ഹലോ ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എന്തുകൊണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാനുണ്ടല്ലോ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ എന്നാൽ നാട്ടിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പ്രാവശ്യം കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ നാട്ടിൽ ഓണം കൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാട്ടിൽ പോകാൻ നിൽക്കുന്ന വഴിയാണ്. അപ്പോൾ ഞാനിവിടെ ഡൽഹി എയർപോർട്ടിലുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം പകൽ മൊത്തം ഞാൻ തിരക്കായിരുന്നു. അപ്പോൾ ഞാനോർത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീഡിയോസ് എടുക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ പോകുന്ന ഫ്ലൈറ്റ് ഇൻഡിഗോയാണ്. അപ്പോൾ ഇൻഡിഗോയ്ക്ക് എന്നാന്ന് വെച്ചാൽ അവരുടെ ക്യാബിൻ കണ്ടുപിടിക്കണമല്ലോ നമുക്ക് ലഗേജൊക്കെ കൊടുക്കാനായിട്ട്. അപ്പം ഞാനെങ്കിൽ ലഗേജ് കൊടുക്കാൻ വേണ്ടി അവരുടെ ക്യാബിൻ കണ്ടുപിടിക്കാൻ നടക്കുന്ന വഴിയാട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഡൽഹി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നല്ല വലുതല്ലേ, അപ്പം നമുക്കത് അവരുടെ ക്യാബിൻ കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അവർ ഏറ്റവും ഒറ്റത്തായിരുന്നുണ്ടായിരുന്നത്. അങ്ങനെ 2-3 പേരോടൊക്കെ വഴിയൊക്കെ ചോദിച്ച് ഞാൻ കണ്ടുപിടിച്ച് ഇൻഡിഗോയുടെ അവിടെ ക്യാബിൻ കണ്ടുപിടിക്കാനായിട്ട് അവർ ജിയിലായിരുന്നു. അപ്പോൾ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഞാൻ ഒരു പ്രാവശ്യം നടന്നു. എന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് കണ്ടൊന്നുമില്ല. അവരുടെ യൂണിഫോം ഒരു ബ്ലൂ കളറാണെന്ന് എനിക്കറിയാം, പക്ഷേ അതിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ക്യാബിൻ. അപ്പോൾ ഞാൻ എൻ്റെ ലഗേജ് ഉന്തുന്ന വഴിയാട്ടോ ഇത്. എൻ്റെ ലഗേജ് എനിക്ക് ഒന്ന് ഇച്ചിരി എക്സ്ട്രാ ലഗേജ് ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത്. അതുകൊണ്ട് എനിക്ക് ഉന്താൻ ഭയങ്കര പാടാണ്. അതുപോലെ എനിക്ക് കിട്ടിയിരിക്കുന്ന ട്രോളി ഉണ്ടല്ലോ, അത് നീങ്ങുന്നേ ഇല്ല. ഞാൻ ഉന്തിട്ട് ഞാൻ എൻ്റെ പുറത്ത് കയറിയിരുന്ന് കൈയൊക്കെ കുത്തിയൊക്കെ ഒരു തരത്തിലാണ് ഞാനത് ഉന്തിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് ദൈവമേ, ഗതികെട്ട നേരത്തെ ഈ ട്രോളി എടുക്കേണ്ടായിരുന്നത്. ട്രോളി ബാഗായിരുന്നു എൻ്റെ, അത് ഉരുട്ടിക്കൊണ്ട് പോയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. എന്നാലും ഞാനതിങ്ങനെ ഒരു രസത്തിലൊക്കെ അതൊക്കെ ഉന്തിക്കൊണ്ടൊക്കെ നടന്നു. ഇതും നമുക്കൊരു ചെറിയ രസങ്ങളൊക്കെ അല്ലേ. അപ്പം ഞാനങ്ങനെ എൻജോയ് ചെയ്തങ്ങനെ നടക്കും. അപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് ക്യാബിനൊക്കെ തപ്പി. ക്യാബിനിൽ എനിക്ക് കുറച്ചും കൂടി നടക്കാനുണ്ട് അറ്റത്തേക്ക്. അങ്ങനെ ഞാൻ ഒരു തരത്തിൽ ലഗേജൊക്കെ ഉന്തി പിടിച്ചിട്ട്, ലഗേജ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അപ്പോൾ അത് ഉന്തി പിടിച്ചിട്ട് ഞാൻ അവരുടെ ക്യാബിനിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു തരത്തിൽ ഞാൻ 2 പേരോട് ചോദിക്കേണ്ടി വന്നു എനിക്ക് ക്യാബിൻ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ ജി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ക്യാബിൻ കണ്ടുപിടിച്ചു. ഞാനങ്ങനെ ലഗേജ് കൊടുക്കാനായിട്ട് ഞാനവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 മിനിറ്റ് ഞാനവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് ഷൂസൊക്കെ എടുത്ത് അവിടെ നിന്നിട്ട് കുറച്ച് ഫാഷൻ ഷോ ഒക്കെ കാണിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവർ ബാഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം 15 കിലോ കൊണ്ടുവന്ന ബാഗിൽ എൻ്റെ 20 കിലോയും 7 കിലോ കൊണ്ടുകൊണ്ടെടുത്ത് എൻ്റെ അടുത്ത് 10 കിലോയാണുള്ളത്. അങ്ങനെ ഞാൻ ഇൻഡിഗോക്കാർക്ക് നല്ല പൈസയൊക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങളുടെ സാധനങ്ങൾ നാട്ടിലെത്തിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ സാധനം ആയതുകൊണ്ടല്ലോ എനിക്ക് കളയാൻ തോന്നിയില്ല. അങ്ങനെ ഞാൻ ആ സാധനങ്ങളെല്ലാം പേയ്മെൻറ്റൊക്കെ കൊടുത്ത് 2 ബാഗ് അവർക്ക് കൊടുത്ത് ഒരു ഹാൻഡ് ക്യാരി മാത്രം ചെറുത് കൈ പിടിച്ച് അങ്ങനെ പോന്നു. ഇതാണ് എൻ്റെ നാട്ടിൽ പോകുന്ന പുതിയ വിശേഷങ്ങൾ. ഓക്കെ, ബൈ ബൈ.